വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയൊരു നല്ല കിടിലൻ ആപ്ലിക്കേഷനായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ വിഡ്രോ ഞാൻ ഇതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യുന്നതിൻ്റെ എല്ലാം പ്രൂഫുണ്ട്, ലൈവ് പ്രൂഫാണ്. ഞാൻ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുന്നതിൻ്റെ വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തോരൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതെല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലെ നല്ല കിടിലൻ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ ബെല്ലൈക്കൺ ഓൾ എന്ന സെക്ഷനിലേക്ക് ഇടുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കയറി ചെന്നിട്ട് നിങ്ങൾ ലിങ്ക് തൊട്ട് കഴിയുമ്പോൾ ഇതേപോലെ വെബ്സൈറ്റിലേക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നെ ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളത് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ അതിന് മുമ്പ് ഇത് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ വ്യൂസിന് എന്തോരൊക്കെ ഏണിങ്സ് കിട്ടുമെന്നുള്ളതെല്ലാം പെർ മന്ത് എന്തോരം ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതെല്ലാം അവർ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. കണ്ട ഏറ്റവും കുറഞ്ഞ 50 വ്യൂസ് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. 50 വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് മാസം നമുക്ക് 840 രൂപ നമുക്ക് മാസം ഉണ്ടാക്കാവുന്നതാണ്. ഏറ്റവും കൂടിയത് 2000 ആണ്. 2000 കാൽക്കുലേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മാസം നമ്മളിപ്പോൾ അവർ തരുന്ന വാട്സപ്പ് സ്റ്റാറ്റസിന് നമുക്ക് 2000 വ്യൂസൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് 33,600 രൂപ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ പോട്ടെ, നിങ്ങൾക്കൊരു 200 വ്യൂസേലും ഉണ്ടെന്ന് കൂട്ടിക്കോ, ഒരു 500 വ്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴല്ലോ മാസം നിങ്ങൾക്ക് 8,853 രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് അവർ നമുക്ക് സ്റ്റാറ്റസ് തരും. ആ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഏൺ ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകിച്ച് യാതൊരു പരിപാടിയില്ല, ഒരു പണിയില്ലാതെയാണ് നമ്മൾ ഇതുപോലെ ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കേണ്ടവർക്കൊക്കെ ഇതിൻ്റെ അടുത്ത് വായിച്ച് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാമല്ലോ, കണ്ടിന്യൂ വിത്തുള്ള ഗൂഗിൾ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇമെയിലുമായിട്ട് സൈനപ്പ് ചെയ്യാൻ വരും. നിങ്ങളത് ക്ലിക്ക് തൊട്ട് നിങ്ങളുടെ ഇമെയിലുമായിട്ട് സൈനപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് ബോണസായിട്ട് ഒരു 20 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മിനിമം വിഡ്രോവൽ എനിക്കിപ്പോൾ 25 നിങ്ങൾക്ക് 15 ആയിരിക്കും. നമുക്ക് 15 മിനിമം വിഡ്രോവൽ വരുന്നത്. അത് ഞാനിപ്പോൾ വിഡ്രോ അടിച്ചു, ഞാൻ വിഡ്രോ അടിച്ചതിൻ്റെ പ്രൂഫെല്ലാം നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും. ഇവിടെ താഴെ നിങ്ങൾക്ക് റെഫർ ആൻഡ് ഏണിങ്സും പിന്നെ ഇവിടെ അവരുടെ ടെലിഗ്രാം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് തന്നെ പരസ്യങ്ങളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ പരസ്യം അവൈലബിൾ ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. ഇപ്പോൾ പരസ്യം അവൈലബിൾ അല്ല. പരസ്യം ആകുമ്പോൾ നമുക്കിത് ഇവിടെ വരുന്നതായിരിക്കും. ഈ റെഫറിൻ്റെയൊക്കെ ഏണിങ്സിൻ്റെ ഈ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ചെറിയ കോളത്തിൽ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് വരുന്നതായിരിക്കും. അത് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാറ്റസ് ഇടാവുന്നതാണ്, വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് അത് കഴിയുമ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. എന്തായാലും നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഷെയർ ആർട്സ്, നമ്മൾ ഷെയർ ചെയ്ത ആർട്സുകളെല്ലാം നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കയറി കഴിയുമ്പോൾ സൈൻ ബോണസ് കുറച്ച് കിട്ടും. അത് കഴിയുമ്പോൾ നിങ്ങൾ താഴെ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അതെന്തായാലും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ കംപ്ലീറ്റ് ഓൾറെഡി ചിലപ്പം ഓട്ടോമാറ്റിക്കലി വരും. ഇല്ലെങ്കിൽ നിങ്ങളിവിടെ വന്ന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും പിന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിന് എത്ര പേരുണ്ട് എന്നുള്ളതെല്ലാം അവരിവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കൊടുക്കാനുണ്ട്. നിങ്ങളുടെ ഇമെയിലുമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും. ഇനി വന്നില്ലെങ്കിൽ നിങ്ങളത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മെയിലാണോ ഫീമെയിലാണോ എന്നെല്ലാം കൊടുക്കുക. അതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ പ്രൊഫൈൽ മുഴുവൻ നിങ്ങളുടെ പക്ക കംപ്ലീറ്റ് ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ബാക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ബാഗിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പരസ്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതായത് വ്യൂ ഓൾ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പരസ്യം ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. അപ്പോൾ ആ പരസ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞു വരും. അപ്പോൾ അത് നിങ്ങൾ വാട്സപ്പ് ഷെയർ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് വാട്സപ്പിലേക്ക് ഷെയർ ആവുന്നതായിരിക്കും. വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി പോകും. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാവുന്നതാണ്. വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പം നമുക്കിത് ഇവിടുന്ന് മാറി നേരെ നമ്മുടെ ഷെയർ മൈ ആർട്സ് എന്നുള്ള സെക്ഷനിലേക്ക് ചെല്ലുക. അപ്പോൾ നമ്മൾ ഷെയർ മൈ ആർട്സ് എന്നുള്ള നമ്മൾ ഷെയർ ചെയ്തേക്കുന്ന ഇവിടെ വരും. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസിൻ്റെ നമ്മൾ എന്തോരം വ്യൂസ് കണ്ടു എന്നുള്ളതെല്ലാം നമ്മൾ
സ്ക്രീൻഷോട്ട് എടുത്ത് വേണം ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ 12 മണിക്കൂർ കഴിയണം. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന സമയം മുതൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ സ്റ്റാറ്റസിൻ്റെ നമ്മൾ എന്തോരം വ്യൂസ് കണ്ടു എന്നുള്ളത് നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ളതെല്ലാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ഫേക്കായിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു, ചിലപ്പോൾ നമുക്ക് സ്ട്രൈക്കൊക്കെ വരും. അതുകൊണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങൾ ജെന്യുവനായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് വാട്സപ്പ് നമ്മൾ ഓപ്പൺ ആക്കുമ്പം നമുക്കറിയാലോ, അടിയിൽ നമ്മൾ ഇപ്പോൾ 20 പേരാണെങ്കിൽ 20 പേര്, 50 പേരാണെങ്കിൽ 50 പേര്, 100 പേരാണെങ്കിൽ 100 പേര്, അതെല്ലാം കാണും. നമ്മൾ അത് അതേപടി തന്നെ ഫോട്ടോ എടുത്ത് ഞാൻ എൻ്റെ ഒരു സാമ്പിൾ ഈ സൈഡിലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതേപോലെ തന്നെ വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ. അതല്ലാതെ മറ്റൊരു രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കരുത് എന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. അതേപോലെ അപ്ലോഡ് ചെയ്യാതെ അവർ പറയുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് സമയം എടുക്കും. വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പൈസ നമുക്ക് ആഡ് ആവുന്നതായിരിക്കും നമ്മുടെ വാലറ്റിലേക്ക്. എനിക്ക് ഏറ്റവും ലാസ്റ്റത്തെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ 10 രൂപ 76 പൈസയാണ് എനിക്ക് ആഡായിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഇപ്പം ബാക്കിലോട്ട് വരാം. ബാക്കിലോട്ട് വന്ന ശേഷം നമുക്കിനി റെഫർ ആൻഡ് ഏൺ ആണ് നമുക്ക് നോക്കാനുള്ളത്. റെഫർ ആൻഡ് ഏൺ ഉള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആ 10 രൂപ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നല്ല ഞാൻ പറയാം. നമ്മുടെ കൂട്ടുകാരനെ റെഫർ ലിങ്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ കൂട്ടുകാരൻ ആ റെഫർ ലിങ്ക് തൊട്ട് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരൻ ഒരു പരസ്യം എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. അതിന് ഏണിങ്സും കിട്ടി. പുള്ളിക്കാരൻ പേ ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ, പുള്ളിക്കാരൻ വിഡ്രോ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ 10 രൂപ നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ആവുള്ളൂ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഓർത്തേക്കണം. അപ്പോഴാണ് പുള്ളിക്കാരൻ വിഡ്രോ ചെയ്താൽ 15 രൂപ വിഡ്രോ ചെയ്ത ശേഷമാണ് നമുക്ക് ഈ 10 രൂപ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഓർത്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണ്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അത് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അവിടെയും നിങ്ങൾക്ക് സ്റ്റാറ്റസ് വരുന്നതിനനുസരിച്ച് മെസ്സേജുകൾ വരും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഈ ആപ്ലിക്കേഷൻ തുറന്ന് നോക്കുക. എന്നിട്ട് ഇവിടെ ആഡ്സ് വന്നിട്ടുണ്ടോ നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതെടുത്ത് സ്റ്റാറ്റസ് ഇടുക. എന്നിട്ട് നിങ്ങൾ മറന്നു പോകരുത്, 24 മണിക്കൂറിനുള്ളിൽ 12 മണിക്കൂറിന് ശേഷം മാത്രമേ നമുക്ക് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സ്റ്റാറ്റസ് ഇട്ടതിന് ശേഷം 12 മണിക്കൂറിന് ശേഷം മാത്രമേ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ 24 മണിക്കൂർ കഴിയാതെ നോക്കണം. 24 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വരും. 24 മണിക്കൂർ മുമ്പ് നിങ്ങളൊരു 23 മണിക്കൂർ ആകുമ്പോഴേക്കും നിങ്ങൾ വന്ന് സ്റ്റാറ്റസിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഇവിടെ വന്ന് അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. മറന്നു പോകുന്നവരൊക്കെ അലാറം വെച്ചോ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾ ഓർത്തിരുന്ന് ചെയ്തോണം. നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു ഏണിങ്സാണ്. അപ്പോൾ അതുകൂടെ നിങ്ങൾ ഓർത്തോണം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാനിവിടെ എന്തോരൊക്കെയാണ് ഏൺ ചെയ്തിരിക്കുന്നത്. ഞാൻ 31 രൂപയാണ് ഇപ്പോൾ ടോട്ടൽ ഏൺ ചെയ്തിരിക്കുന്നത്. ഞാൻ 15 രൂപ വിഡ്രോ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ എനിക്ക് നിലവിൽ ബാലൻസ് 16 രൂപയുണ്ട്. നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നതായിരിക്കും ഞാൻ 15 രൂപ വിഡ്രോ അടിച്ചതിൻ്റെ. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ വിഡ്രോ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിങ് എല്ലാം അവർ ഇതിൻ്റെ അകത്ത് വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന പോലെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. അത് നമ്മൾ വെരിഫൈ ചെയ്യുക. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ IFSC കോഡും ഹോൾഡർ നമ്പറും നിങ്ങൾ കൊടുക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾ കൺഫേം അടിക്കുക. എഡിറ്റ് വല്ലതും ഡീറ്റെയിൽസ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുക. തെറ്റിപ്പോവാതെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ആവുന്നതായിരിക്കും പൈസ. ഞാൻ വിഡ്രോ അടിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചാണ്. ഞാനിപ്പോൾ റീഡീം എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കത് വിഡ്രോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പിലേക്ക് അവർ ഒരു ലിങ്ക് അയക്കും. ആ ലിങ്കിൽ തൊട്ടാണ് നമുക്കിനി വിഡ്രോ ഒക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് എടുക്കുന്ന ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ ആ ലിങ്കിൽ തൊട്ട് നമ്മൾ
നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറുകയാണ്. വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ എന്താണ് വിഡ്രോ അടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതെല്ലാം നിങ്ങൾ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ ഇമെയിൽ, ഫോൺ നമ്പറും ബാങ്ക് അക്കൗണ്ട് നമ്പറും ഇതെല്ലാം കൊടുത്ത് നിങ്ങൾ വേണം വിഡ്രോ ചെയ്യാൻ. അപ്പോൾ അതാണ്ട് ഞാനിവിടെ ഇനി സബ്മിറ്റ് ഞെക്കുകയാണ്. അല്ല, സബ്മിറ്റ് എന്നുള്ളത് ഞെക്കി അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തു. ഇപ്പോൾ പ്രോസസ്സിംഗ് ആണ്. പ്രോസസ്സിങ് കഴിഞ്ഞാൽ പേ ഔട്ട് ആയി കഴിഞ്ഞു. ഇനി ഞാൻ പേടിഎം എടുത്ത് നോക്കിയപ്പം എൻ്റെ 15 രൂപ ഞാൻ പേടിഎം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഞാൻ വിഡ്രോ അടിച്ചത്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആഡായിട്ടുണ്ട് 15 രൂപ നമുക്ക് നമ്മുടെ വാലിലേക്ക് ആഡായിട്ടുണ്ട്. അപ്പോൾ പേയ്മെൻറ്റൊക്കെ പക്കയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല. എന്തായാലും നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് തന്നെ നമുക്കൊരു പണി പ്രത്യേകിച്ച് യാതൊരു പണിയുമില്ലാതെ നമുക്ക് എൺ ചെയ്യാൻ പറ്റിയൊരു നല്ല കിടിലൻ ആപ്ലിക്കേഷൻ കൂടിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദയവ് ഇതൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു മികച്ച വീഡിയോ നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.